അങ്ങനെ കെ സുരേന്ദ്രനും അനിൽ ആൻ്റണിയും കേന്ദ്രത്തിൽ എന്തായി? സെക്രട്ടറിമാരായി. അപ്പോൾ ഇനി ഉള്ളതാരാണ്? ഇനിയുള്ളത് അനൂപ് ആൻ്റണിയുണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്, പത്മജ വേണുഗോപാലുണ്ട്. ഇനി കേന്ദ്രത്തിൽ നടക്കാനുള്ളത് എന്താണ്? മന്ത്രിസഭാ പുനഃസംഘടനയാണ്. മന്ത്രിസഭാ സംഘടന വരുമ്പോൾ സദാനന്ദ മാസ്റ്റർ പേരാണ് ആദ്യം കേൾക്കുന്നത്. കാരണം അദ്ദേഹം പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിൽ, രാജ്യസഭാ അംഗം എന്നുള്ള നിലയിൽ വലിയൊരു പെർഫോമൻസ് അവിടെ കാണിച്ചിട്ടുണ്ട്. അത് എല്ലാവരുടെയും ഒരു ഗുഡ് ബുക്കിൽ കയറിയിട്ടുണ്ട്. കുറഞ്ഞ ചെറിയ പീരീഡ് കൊണ്ട് ചിലപ്പോൾ സദാനന്ദ മാസ്റ്ററയെ മന്ത്രിയാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ല, ചെറുപ്പക്കാരൻ മന്ത്രിയാകട്ടെ എന്ന് തീരുമാനിച്ചാൽ അനൂപ് ആൻ്റണിയെ രാജ്യസഭയെ കൊണ്ടുപോയി മന്ത്രിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതും വേണ്ട, വനിതയാകട്ടെ എന്ന് തീരുമാനിച്ചാൽ ശോഭാ സുരേന്ദ്രന് വലിയ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പത്മജ വേണുഗോപാലിനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രിസഭാ സാധ്യത വരുന്നത്. ഇനി എം ടി രമേശുണ്ട്. എം ടി രമേശ് വളരെ സീനിയറാണ്. അദ്ദേഹത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയില്ല. അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്, തെരഞ്ഞെടുപ്പിന് പോലും മത്സരിക്കാതെ ഇവിടെ ഉണ്ട്. പി കെ കൃഷ്ണദാസ് ഉണ്ട്. പി കെ കൃഷ്ണദാസിന് മുന്നേ ഡൽഹിയിൽ ലൈസൺ ഓഫീസ് തുറന്ന് അതിൻ്റെ ഒരു ചുമതലയെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡൽഹിയിലൊക്കെ പോകാം. അങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് പുള്ളിക്ക് നിൽക്കാം. മിനിസ്ട്രികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ പുള്ളിക്ക് നിൽക്കാൻ പറ്റും. ഇവരെ 3 പേരിൽ ആരാണ് ഇനി മന്ത്രിസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് പോകുന്നതെന്നറിയില്ല. ജോർജ് കുര്യൻ്റെ രാജ്യസഭാ സീറ്റ് കഴിഞ്ഞല്ലോ, അപ്പോൾ ഇനി അറിയില്ല. ധർമ്മേന്ദ്ര പ്രധാന് പകരമുള്ള മന്ത്രി ആരെന്നറിയില്ല. പീയൂഷ് ഗോയൽ ധനകാര്യമന്ത്രിയാകുമെന്ന് കേൾക്കുന്നു. നിർമ്മല സീതാരാമനെ പാർട്ടിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് കേട്ടത്, പക്ഷേ അത് നടന്നില്ല. സ്മൃതി ഇറാനിയാണ് അതിന് പകരമെടുത്തത്. സ്മൃതി ഇറാനി വളരെ വലിയ പൊസിഷനിലേക്ക് വരികയാണ്. ഭാവിയിൽ BJPയുടെ പ്രസിഡൻ്റായാലും അത്ഭുതമില്ല. കാര്യം വനിതകൾക്ക് വലിയ സാധ്യത വരുമ്പോൾ BJPയുടെ പ്രസിഡൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണോ സ്മൃതി ഇറാനിയെ ഇങ്ങനെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവന്നതെന്നറിയില്ല. കേരളത്തിൻ്റെ ചുമതലയുള്ള ഗണേശൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചുമതല വീണ്ടും കൊടുത്തിട്ടുണ്ട്. അബ്ദുള്ള കുട്ടിയെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നൊരു സാധ്യത അബ്ദുള്ള കുട്ടി മന്ത്രിയാകുമോ? കാരണം മുസ്ലിമിൽ നിന്ന് ഇതുവരെ ആരും മന്ത്രിയായിട്ടില്ല. അൽഫോൺസ് കണ്ണന്താനവും ജോർജ് കുര്യനും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നായിട്ടുള്ളത്. അതുകൊണ്ട് അബ്ദുള്ള കുട്ടിയെ മന്ത്രിയാക്കാനുള്ള സാധ്യത എങ്ങനെ തള്ളിക്കളയാനാകില്ല. അപ്പോൾ സദാനന്ദ മാസ്റ്റർ, അബ്ദുള്ള കുട്ടി, അനൂപ് ആൻ്റണി, നമ്മുടെ ശോഭാ സുരേന്ദ്രൻ, പിന്നെ പത്മജ വേണുഗോപാൽ, ഈ 5 പേരിൽ ആരാണ് മന്ത്രിയെന്ന് നമുക്ക് വരുന്ന ദിവസം അറിയാൻ പറ്റും. കേരളത്തിന് എന്തായാലും ഒരു മന്ത്രി കൂടെ കാണാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ തിരഞ്ഞെടുപ്പൊക്കെ പിടിക്കണം എന്നുള്ളത് കൊണ്ടും BJPക്ക് ഒരു 3 MLA-മാരുള്ളതുകൊണ്ടും മേയർ സ്ഥാനമൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തെ എഴുതി തള്ളിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മന്ത്രി കൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. അത് കണ്ണൂർ ഭാഗത്തിന് പോകുമോ, അതോ പാലക്കാടിന് പോകുമോ, എറണാകുളത്തിന് പോകുമോ, അല്ല തിരുവല്ലയ്ക്ക് പോകുമോ, തിരുവനന്തപുരത്തിന് കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇനി സംശയമുള്ളൂ. എന്തായാലും കൃത്യമായി എന്ത് കിട്ടും, ഇവർക്ക് മന്ത്രിസ്ഥാനം കിട്ടും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പായിട്ടുണ്ട്.